റിയൽമിയുടെ റിയൽമി 12+ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 12+ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈനുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഈ ഫോണിൽ വരാനാണ് സാധ്യത. കർവ്ഡ് ഡിസ്പ്ലേ വരാൻ ചാൻസ് ഇല്ല. റിയൽമി 12 Pro സീരീസിലേക്ക് കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക 190 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.9 mm ആയിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ പൈനിയർ ഗ്രീൻ അതുപോലെ തന്നെ നാവിഗേറ്റർ ബിഗ് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് Dimensity 7050 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. ഇതേ സെയിം പ്രോസസ്സറാണ് റിയൽമിയുടെ റിയൽമി 11 Pro സീരീസിൽ വന്നിട്ടുള്ളത്. ഇപ്പം ഈ ഒരു ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 12 GB റാം വരെയും അതുപോലെ തന്നെ 256 GB ഇന്റേണൽ വരെയും വന്നേക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സോണി LYT600 സെൻസർ ആയിരിക്കും. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 MP മാക്രോ ലെൻസും ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 6-നാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കാര്യം ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ അതിന് മുമ്പ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ സ്മാർട്ട് ഫോൺ ഫെബ്രുവരി 29-ന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ മാർച്ച് 6-ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം ഒരു 20,000 to 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും റിയൽമിയുടെ റിയൽമി 12+ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.